ഞാനിപ്പോൾ പോകുന്നത് ഇന്നലെ രാത്രി CPM ഗുണ്ടകൾ മർദ്ദിച്ച ഞങ്ങളുടെ ഏരിയ കമ്മിറ്റി മെമ്പർ സുനിൽ മുണ്ടച്ചാലിയുടെ വീട്ടിലേക്കാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഒരുപാട് നാളുകളായി. ഇന്നും സൂര്യൻ ഉദിക്കാത്ത ഒരു സ്ഥലമായി ഈ പ്രദേശമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ഇതിലും വലിയ ഭീകരത നടപാടിയിരുന്ന ബംഗാളിൽ മരുന്നിന് പോലും ഒരാളില്ലാത്ത രീതിയിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ തന്നെ പ്രതികരിക്കാൻ ഞങ്ങൾ തയ്യാറായിരിക്കുന്നു. ഞങ്ങൾ ഈ വഴി യാത്ര ചെയ്യും. ഇവിടെ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ഇവിടെയുള്ള ഇത്തരത്തിലുള്ള ഗുണ്ടായിസം, ജനാധിപത്യ വിരുദ്ധ സമീപനങ്ങൾ നാട് സ്വാതന്ത്ര്യമായിട്ടും ഇത്രയൊക്കെ വർഷമായിട്ടും ഇപ്പോഴും ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ പ്രവർത്തിക്കാനുള്ള രാഷ്ട്രീയ സ്വാതന്ത്ര്യമില്ലെങ്കിൽ അതിനെതിരെ ഏതറ്റം വരെയും പോകാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിത് ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള വേദിയാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കും. കാലാകാലങ്ങളിൽ പാർട്ടിക്കാർ മാത്രം ഒരു പ്രദേശത്ത് കഴിഞ്ഞാൽ മതിയെന്ന് നിങ്ങൾ സങ്കല്പിക്കുന്നുണ്ടെങ്കിൽ, ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ ഞങ്ങൾ തയ്യാറാകും. അദ്ദേഹം ഒരു പൂർവ്വ സൈനികൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും ഭാര്യയടക്കം മർദ്ദിച്ച് ആശുപത്രിയിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ ശക്തമായ രീതിയിൽ തന്നെ പ്രതികരിക്കും എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഇവിടെ അല്ലേ കഴുത്ത് പിടിച്ചോ? നിങ്ങൾ ഇവരുടെ പേരൊക്കെ അറിയോ? എല്ലാം കൊടുത്തിട്ടില്ല. പോലീസ് എടുത്തോ? സ്റ്റേറ്റ്മെന്റ് എടുത്തോ? നിങ്ങള് സ്റ്റേറ്റ്മെന്റ് എടുത്തോ? നിങ്ങള് സ്റ്റേറ്റ്മെന്റ് എടുത്തോ? പോലീസ് അവരെ കയറ്റാൻ ശ്രമിച്ചു നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞു. അല്ല, അവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അവരെ അഡ്മിറ്റ് ആയിക്കോട്ടെ. അത് അതിന് ശേഷം പോയി അഡ്മിറ്റ് ചെയ്തല്ലേ? അവർക്കുണ്ടോ? നിങ്ങൾക്ക് ചോര ഉണ്ടായോ അല്ലേ? പിന്നെ CT സ്കാനിൽ അകത്തുനിന്ന് ആന്തരികമായിട്ടില്ല, പുറത്തുള്ളതാണ്. എന്റെ മേലെ കയറി കഴുത്തിങ്ങനെ ഞെക്കിയിട്ട് പറയുന്നത് നിന്നെ കൊല്ലുന്ന അവൾക്ക് വേറെ പിന്നെ അവ ശവമായിന്നും പറയുന്നുണ്ട് എന്റെ മക്കളെ മുമ്പെന്ന് വെച്ചിട്ട്. പിന്നെ എനിക്ക് ബോധം പോയി. അവരുടെ പേരൊക്കെ അറിയില്ല? പേരൊക്കെ നിങ്ങൾ കൃത്യമായി പറഞ്ഞില്ലേ? പേര് പറഞ്ഞിട്ട് തന്നെയല്ലേ? അതിൽ ഒരുത്തനാണ് ഇപ്പൊ അഡ്മിറ്റ് ആയിട്ടുള്ളത്. എന്നെ ഫസ്റ്റ് അടിച്ച് ടോർച്ച് കൊണ്ട് അടിച്ചത്. ഫസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്റെ ഒരു 4 ബോർഡ് പോയത് അവരെ ഇപ്പൊ അവിടെ കിടന്നു. ഇവരെന്താ പറ്റി? ഇവനാരാ? ശ്രീനിവാസൻ. അവനാണ് ഫസ്റ്റ് സാർ എന്നെ അടിച്ചത് തലക്ക് രക്ഷയായിട്ട്. ഞാൻ ഇത്ര ചോദിച്ചില്ല. അവരവിടെ ബോർഡ് കിട്ടുന്നുണ്ടായിരുന്നു ഒരു 9:30 മണിക്ക്. ഞാൻ അതിൽ നടന്നില്ല. ഞാൻ ഇത്ര ചോദിച്ചില്ല. എന്റെ 4 ബോർഡ് നിങ്ങൾ എടുത്തു എവിടെയാന്നുള്ള അർത്ഥത്തിൽ ചോദിച്ചപ്പോ നായിണ്ടാവണെ എന്റെ ബോർഡ് നോക്കലാടാ പണി. ഞാൻ എവിടാന്ന് പെടാന്ന് തന്നെ വിളിച്ചു. ഞാൻ മര്യാദക്കല്ല നിങ്ങളോട് സംസാരിക്കുന്നു. അത് പറയലും എന്റെ കൂടെ ഉണ്ടായ 2 ടീം ഈ ചെത്തി അപ്പം പിന്നെ എന്റെ അച്ഛനൊക്കെ പറഞ്ഞപ്പോ ഞാൻ അതിന് പ്രതികരിച്ചു. കൂടെയുള്ളവൻ പിടിച്ച് ബാക്കോട്ടാക്കി 2 പേര്. ഇവന്റെ കയ്യിൽ ടോർച്ചുണ്ട്, രക്ഷയൊക്കെയാണ്. ആ അടിയിൽ ഞാനവിടെ ആ വീടിന്റെ മുമ്പിൽ ഈ തൊട്ട ഞാൻ പോണു. വീണതിന് ശേഷം ഇവര് 2 പേരും കൂടി എന്നിട്ട് എന്നോട് പറയുന്നുണ്ട്, ചിറ്റെന്നെ പറയുന്നുണ്ട്, നീ ഇനി ഈ ഭാഗത്ത് അത്ര ഇതാവില്ലടാ എന്നിട്ട് എന്നെ അടിക്കും കുത്തൊക്കെ ചെയ്തു. പിന്നെ ആ വീട്ടുകാർ വന്നിട്ട് പിടിച്ചെണീപ്പിച്ചു. അവിടെയുള്ള 2 അവര് അവിടെ ഇരിക്കുന്നുണ്ട്. അയാളെ മകനും കൂടി അവിടുന്ന് മാറ്റി. ആ സ്പോട്ടിൽ ഇവൻ ഫോൺ ചെയ്തിട്ട് ഇവരെ ടീമിനെ വിളിച്ചു ഗ്രൗണ്ടിൽ. അപ്പൊ അവിടുന്ന് ഓടി വരുവാ എല്ലാവരും. വധഭീഷണി പോലെ തന്നെ പോലും ഇവന് ഈ ഭാഗത്തിന് പ്രവർത്തിക്കൂലെന്ന് പറഞ്ഞിട്ട് കൂട്ടയടിയാന്ന ഏകദേശം ഒരു 10-14 ആള് വന്നേരുണ്ടായി. അതിലാണ് ലാസ്റ്റ് വന്നവനാണെന്ന് ബാക്കിന്ന് വന്നിട്ട് തന്നെ. ഇത് ഇന്ത്യ രാജ്യമല്ലേ? ഇവരിപ്പോഴും ലോകം പഠിച്ചിട്ടില്ലേ? ലോകത്തിൽ മുഴുവൻ ഇതില്ലാതായി, കേരളത്തിൽ മുഴുവൻ ഇല്ലാതായി, ഇന്ത്യയിൽ മുഴുവൻ ഇല്ലാതായി. ബംഗാളിൽ ഇതിലും ഭീകരത നടപ്പാക്കിയിരുന്ന ഒരു സ്ഥലത്ത് ഒരാൾ പോലും ഈ പാർട്ടിക്ക് ഇല്ലാതായി. എപ്പോഴാണ് ഇവർ പാഠം പഠിക്കുക? ഈ ഗുണ്ടകൾ നിലനിർത്തും. ഇന്നല്ലെങ്കിൽ നാളെ ഈ കേരളത്തിൽ നിന്ന് ഇതിനൊക്കെ വലിച്ചെറിയും നമ്മള്. ഒരു സംശയം വേണ്ട. ആരാ വാണിംഗ് കൊടുക്കാൻ? ഇവന്റെ ഒക്കെ തറവാട്ട് സ്വത്താണോ ഈ നാട്? ഇവരുടെയൊക്കെ തറവാട്ട് സ്വത്തല്ലല്ലോ. ഞാൻ അന്യനാട്ടിൽ നിന്ന് വന്നവരാണോ? അതുകൊണ്ട് എന്നെ ഇവര് ഒറ്റപ്പെടുന്ന എന്റെ കുടുംബത്തിനെ, എന്റെ മകളെ മകന്റെ ഭാര്യ ആ സമയത്ത് അറിഞ്ഞിട്ട് അവരാരും ഉണ്ടായില്ല. അവരാണ് ഓടി വന്നത്.
അവരെ കൂടി ആ പയ്യൻ എന്നെ ഇങ്ങനെ കൊല്ലുന്ന് പറഞ്ഞവൻ തെറി വളയുന്നു. അവൾ എന്തൊക്കെയോ വേണ്ടാതെ പറഞ്ഞു ആ കൂട്ടത്തിൽ വെച്ചിട്ട് അപമാനിക്കുന്ന ഒരു രീതിയിൽ സംസാരിച്ചു.